ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ മഴ പെയ്ത് വെള്ളം തിരിഞ്ഞപ്പം ആറ്റിൽ നിന്ന് നമ്മുടെ പുഞ്ചയിലേക്ക് കുറേ മീനുകൾ കയറി. പെട്ടെന്ന് സഡനായിട്ട് മഴ നിന്നുകൊണ്ട് ആ മീനുകളെല്ലാം തോട്ടിൽ പെട്ടുപോയി. അപ്പോൾ കച്ചി അഴുകിയ പുളിവെള്ളം വന്നതുകൊണ്ട് മീനൊന്നും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ ആറ്റിലോട്ട് തിരിച്ചിറങ്ങി പോകാനും പറ്റാതെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഭയങ്കര കിഡ്ലായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന മീൻ പിടിക്കുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. കിഡിലൻ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അടിപൊളി വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനൊരു മീൻപിടുത്തം നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല. തൂളിയെ കണ്ട് നിങ്ങൾ കണ്ണ് തള്ളും. എന്താ ഇത് കണ്ടോ, തൂളി കിടക്കുന്നത് ആറ്റിൽ നിന്നും വെള്ളം കയറുന്നൊരു തോടാണ്. ഈ തോട്ടിൽ നിറയെ തൂളിയാണ് ഇതാ കിടക്കുന്നത് കണ്ടോ. ഇവിടെ വലയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും ഇത് കണ്ടോ മീൻ കിടക്കുന്നുണ്ടോ. എൻ്റെ പൊന്നെ പെരി കിടക്കുകയാണ് കേട്ടോ. അതാ ഈ കിടക്കുന്നത് ഫുള്ള് തൂളിയാണ്. ഇവിടെ വീശിയും ഇതാ പല പല രീതിയിൽ മീൻ പിടിക്കുകയാണ്. ഇതാ തപ്പിയൊക്കെയാണ് പിടിക്കുന്നത്. ഈ വലയിൽ ഫുള്ള് തൂളി കിടക്കുകയാണ്. ഈ തോട്ടിൽ മൊത്തം മീൻ പിടിക്കുകയാണ് കേട്ടോ. ഇടിലൻ പിടുത്തമാണ്. ഇവരാണെങ്കിൽ ഒരു വല വീശിയിട്ടിട്ടുണ്ട്. ആ വലക്കകത്ത് നിന്ന് തപ്പി പിടിക്കുകയാണ്. അല്ലാതെ ഇതിനെ എങ്ങനെ പിടിക്കാനാണ്? ഇതിനിടയിൽ ഫുള്ള് ഉണ്ടോ തൂളിയും കുറുവയാണ്, ഇഷ്ടം പോലാണ് കേട്ടോ. അത് കുറുവയാ, ഷോറായിട്ടൊരു കുറുവ കിടക്കുന്നു. അതിനെ പിടി, ഒന്ന് പിടയ്ക്കാതെ എല്ലാം ഞാൻ പിടിക്കാന്ന്. അതുകൊണ്ട് വല വെക്കുമ്പോ കണ്ടോണം നിങ്ങൾ. വള്ളത്തിൽ നിന്ന് തൂളി അത് കുറുവ ഞാൻ കണ്ട. വല ചുരുക്ക് കെട്ടിയിട്ട് വല വീശിയിട്ടേക്കാണ്. ഇനി അത് പൊക്കി എടുക്കുമ്പോൾ നമുക്ക് കാണാം. ഇതാ വരുന്നു നമ്മുടെ വല. വലയിലെ മീനെ നിങ്ങൾ കണ്ടോണം. ഇപ്പോൾ ഇങ്ങനൊരു തൂളിപിടുത്തം നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണാം. നിന്റെ താളം വേണോ നിർത്താൻ? അടുത്ത് പോയി വല എടുത്തിട്ടോ വീശണോ. ആപ്പിള്ളാര് പിടിക്കുന്നത് നോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ വയമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഫോട്ടോ എടുത്ത് ചാടുന്നു. എടുക്കങ്ങോട്ട് പെട്ടെന്ന് കാണട്ടെ. ഞങ്ങള് ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? വേണ്ടേ മാറിക്ക അങ്ങോട്ട്. ചെറുക്ക് ഓ ഇയാളിത് വല അടിഭാഗം പിടിച്ച് വല അടിഭാഗം കയ്യിലെടുത്ത് പിടിച്ചു. അത്രയും കാര്യമുണ്ട്. എന്നിട്ട് വേണ്ട അപ്പുറത്തോട്ട് പിടിക്കും. അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ടോ അരിവ് മൊത്തം തൂളിയാ. അരിവിന് മൊത്തം തൂളി കിടക്കുന്ന മൊത്തം തൂളിയാ. മയങ്ങി കിടക്കുന്ന തൂളി. ഈ സാധനം അരി കയറുന്ന വരുത്തുണ്ട്. പഴമല്ലേ കുറവാണല്ലോ ഇത്. പോരാ, ഇത്രയും പോരാ കേട്ടോ. ഇതിപ്പോ നമ്മള് വീശാ കിട്ടുമല്ലോ ഇത്രയും. രാവിലെ നോക്കിയായിരുന്നെങ്കിൽ എല്ലാം ധൂളിയാണ്. അപ്പുറത്തോടെ എന്തിന് വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലല്ല കേട്ടോ. ഇവിടെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. മീനെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മീനാണതാ. ഇത് കണ്ടോ കിടക്കുന്ന എല്ലാം മീനാണതാ. ജമ്പം തൂളിയൊക്കെയാണ് കിടക്കുന്നത്. ഇതുണ്ടോ ഇത് കണ്ടോ ഇവിടെ കിടക്കുന്നത്.
ഇറങ്ങി കോരിക്കഴിഞ്ഞാൽ പിടിക്കുക ഇവിടെ നിന്ന് ഇഷ്ടം പോലെ. ഈ പൊളി. വയമ്പിന് വയമ്പ്. പുളിയൊന്നും കിട്ടുന്നില്ല വേണ്ട. ഒരു കിള കരിമീൻ. തൂളി മാത്രമല്ല എല്ലാ ഐറ്റവും ഉണ്ട്. കരിമീൻ എന്താ ഇവിടെ അയക്കുന്നു കണ്ടോ. കച്ചി അഴുകിയ വെള്ളമായതുകൊണ്ടാണ് മീനെല്ലാവരും പൊങ്ങി പൊങ്ങി ഇരിക്കുന്നത്. ഇതാ ഇവിടെ അയക്കുന്നത് കരിമീൻ കണ്ടോ. അതുകൊണ്ട് ഇവിടെ എത്താ കരിമീൻ നിൽക്കുന്നു. ഇത് കണ്ട മീൻ. അയ്യോ മീനെ കണ്ട് ഭ്രാന്ത് പിടിക്കും കേട്ടോ. കരിമീനെ, തൂളി, വാള എല്ലാം ഉണ്ട്. കണ്ട ഇത് കണ്ടോ. കച്ചിയുടെ ചൂടടിച്ച വെള്ളമായതുകൊണ്ട് മീനെല്ലാം പൊങ്ങി നടക്കും. അതാ കരിമീനൊക്കെ കണ്ടോ. കണ്ട അതാ കരിമീൻ. കണ്ട് എല്ലാം കാണുന്നുണ്ട്. ഇതാ കാണാതിരിക്കാനൊന്നും ഇല്ല. അയ്യോ ഇതാണ്ട് ഇത് കണ്ടോ മീൻ കിടക്കുന്നത്. എല്ലാം മയങ്ങി മയങ്ങി മയങ്ങി. നമ്മുടെ പയ്യന്മാരുടെ അടുത്തേക്ക് പോവാം. പെരുമ്പാമ്പിനെ കണക്കിനുള്ളൊരു ആരകൻ ഇപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നു. അതിനെ കാണുന്നില്ല. ഏറ്റൊരെണ്ണമായിരുന്നു കേട്ടോ. ഞാടെ സിലോപ്പിയ ഇരിക്കുന്നു. ഇരിക്കുന്ന സിലോപ്പിയ. കരിമീൻ. അത് കരിമീൻ. എല്ലാം ഉണ്ട് കരിമീൻ. ചെറുക്കം വീശട്ട. ഇനി ഇടയ്ക്ക് എന്തോ ഇതെന്റെ ദൈവമേ. അതിനിടയ്ക്ക് പയ്യനെടുത്ത് തകർത്ത് കളഞ്ഞ്. മുന്നേ കിട്ടിയ അതേ ഏരിയ തന്നെയാണ്. ഇവിടെ ഈ തോട്ടിൽ ഫുള്ള് മീൻപിടുത്തക്കാരാണ്. ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് കണ്ടിട്ട് വരാം. ചെരുപ്പിട്ടുകൊണ്ടൊക്കെയാണോ ഇറങ്ങുന്നത്? എല്ലായിടത്തും തൂളിമയമാണ്. ആരകനൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റാരകനൊക്കെ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാം. പക്ഷെ കാഴ്ച മാത്രമേ ഉള്ളൂ. ഒന്നിനെ കിട്ടുന്നില്ല. ഫുള്ള് തൂളി മഴയാണിത്. വയമ്പ് തൂളി. തോട്ടിൽ നിന്ന് ഒരു ശകലം പോലും ഇല്ലാതെ എല്ലായിടത്തും മീൻ കിടക്കുകയാണ് കേട്ടോ. ഈ എൻ്റെ മോനെ. കൂട്ടത്തെ കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും കേട്ടോ. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ മീൻ പിടിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഇത് മീനെല്ലാം പെട്ടുപോയതാണ്. പൂത്തയ്ക്ക് 2 മഴ പെയ്ത് ആറ്റിൽ നിന്ന് വെള്ളം കയറിയപ്പോൾ മീനെല്ലാം കൂടെ പുഞ്ചയിലോട്ട് കയറി. അവിടെ എന്താ കൊക്കാന്ന് പുഞ്ചയിലോട്ട് കയറി. പക്ഷേ പുഞ്ചയിൽ മൊത്തം കച്ചി അഴുകി ചൂടുള്ള പുളിവെള്ളമായിരുന്നു. അപ്പോൾ അങ്ങനെ ആശാന്മാർ പെട്ടുപോയതാ. തിരിച്ചിറങ്ങി പോകാനും പറ്റുന്നില്ല. മൊത്തം വലയിട്ടേക്കുക. ഇപ്പോൾ വെള്ളവും നിന്ന്. ഇനിയിപ്പോൾ ഇന്ന് 2 ദിവസം മഴ പെയ്ത് വെള്ളം കയറുവാണെങ്കിൽ ഇവരെല്ലാം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതെല്ലാം ചത്തുപോകത്തതേ ഉള്ളൂ ഈ മീൻ മൊത്തം. കാരണം വെള്ളം അത്രയ്ക്ക് മോശമാണ്. ഇതാ ഒരു വല തൂളിയെ വീശി കയറ്റിയിട്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. പലതരം മീൻ പിടുത്തമാണ് അവിടെ. കിട്ടണം മരുന്ന്. പിള്ളേരിവിടെ ചെറിയ കമ്പയിൽ ചെറിയ നെറ്റൊക്കെ കെട്ടിയിട്ട് അതും കൊണ്ട് വന്ന് പിടിക്കുകയാണ്. തുണിക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് പിള്ളേർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്നും വീണ്ടും നമ്മുടെ സൈഡിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പം തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും 2, 3, 4 ചാക്കൊക്കെയാണ്, ചാക്ക് വെച്ചാണ് കൊണ്ടുവന്നത്. ചാക്ക് കണക്കിനാണ് കൊണ്ടുവന്നത്. കാണാനെങ്കിലും ഭാഗ്യമുണ്ടല്ലോ.
നമ്മൾ പിടിക്കും. നമ്മുടെ പയ്യൻ പോയിട്ട് വരുമ്പോൾ നമ്മളും പിടിക്കുന്നതായിരിക്കും. നമുക്ക് വേണ്ട തൂളിയൊന്നും. കഴിഞ്ഞ ദിവസം തൂളിയെ കിട്ടിയിട്ട് എന്തോ എടുക്കാൻ, അതുകൊണ്ടാണ് ഇതിനെ മടിച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ മൊത്തം കല്ലും കുപ്പിച്ചില്ലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇത് കണ്ടോ, അയ്യോ എൻ്റെ പൊന്നെ, എല്ലാ മരത്തിൻ്റെ മൂട്ടിലും എല്ലാത്തിൻ്റെ ഉണ്ട്. ഇത് അവിടെ ഇട്ടതുകൊണ്ട് എൻ്റെ പൊന്നെ, അമ്പലക്കുളത്തിലൊക്കെ മറ്റേ ഈ വന്ന് തീറ്റിയെടുക്കാൻ കിടക്കുന്ന പോലെ. അതാ എല്ലാരും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമല്ലയോ? എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ 10-45 വർഷമായി. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇരുന്ന് കാണുന്ന ആദ്യമായിട്ടാണ് ഞാനും നമ്മുടെ ഈ തോട്ടിൽ ഞാനും അത് തന്നെ കേട്ടല്ലോ. അതാണ് ഞങ്ങളെല്ലാം അതിശയത്തോടു കൂടി ഇരിക്കുന്നത്. നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് മറ്റേ നമ്മള് ഇത്രയും വർഷം ഉണ്ടായിരുന്നേ, ഇങ്ങനൊന്നും ഞാൻ ജീവിതത്തിൽ കളിക്കും. വീശി കഴിയുമ്പോഴത്തേനും അതെല്ലാം പതുങ്ങും. അത്രയും കിട്ടത്തില്ല. കറക്റ്റ് വീഴുവാണെങ്കിൽ കിട്ടും. വീശാൻ പോവാന്ന് ഇപ്പൊ. വീശ്, നമുക്കൊരു വീശ് കാണാം. ആ മീനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വീശാണ്. ഓ, ആ പുല്ലിനെ വെള്ള. അതിൻ്റെ അകത്തിലുണ്ട്. ഉണ്ട്. അതിൻ്റെ കീഴി നിന്നതെല്ലാം ദാ വരും. വലയൊക്കെ ഒരുക്കുന്നതിന് മുന്നേ പിടിച്ചു കയറ്റിക്കും. 150 എണ്ണത്തെ കണ്ടപ്പം 5 എണ്ണത്തെ കിട്ടി. അങ്ങോട്ട് പോവാ നോക്കിരി. 5 എണ്ണത്തെ കിട്ടി. എൻ്റെ അടിയിലുണ്ട് പിന്നെ കേട്ടോ. അടുത്തത് നിൽക്കുന്നുണ്ടോ കാട്ടിനകത്തിൽ മീൻ നിൽക്കുന്നത്. വീഡിയോയ്ക്കകത്തിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ നേരിൽ കാണുന്ന ആ ഒരു ഭയാനകമായ അവസ്ഥ നമുക്ക് വീഡിയോയിൽ അത്ര അറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഈ നിൽക്കുന്ന മൊത്തം എന്താ, ഈ നിൽക്കുന്ന മൊത്തം മീനാ. എല്ലാ സൈസും ഉണ്ട്. ഇത് കണ്ടോ, ഒരാരകനെ കണ്ടോ. അയ്യോ, അത് പറ്റൂടാ. ഞാൻ താഴോട്ട് ഇച്ചിരി ഇറങ്ങാം. എന്നിട്ട് ആ വലയ്ക്കകത്ത് ഒന്നി ഉടക്കുവാൻ നിക്കടാ. ഞാൻ താഴോട്ട് ഇറങ്ങാം. കണക്കിനിരിക്കുന്നു. കൊണ്ട് വലയ്ക്കകത്ത് ഉടക്കുമെന്ന് പോയത് കണ്ടു. വാള തുള്ളി മാത്രമല്ല വാളയുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് തന്നെ എടുത്ത് കാണാം ഇത്. കാരണം ഇതൊക്കെ അപൂർവമായ കാഴ്ചയാണ്. പാവം മീനുകൾ പെട്ടുപോയതാ. എങ്ങോട്ട് നോക്കിയാലും മീനാ. കിള കെട്ടി കിടക്കുക. അതാ ഈ വെള്ളം എടുക്കുന്നതൊക്കെ മീനാ. ഇതൊന്നും കമ്പൊന്നുമല്ല. കണ്ടോ? ഓ, ഐരിയും കൂടെ ആണോ വരുന്നത്? ഇതാ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുന്നു. തുള്ളിയെ ഇന്ന് ഞങ്ങൾ പിടിക്കും എന്ന് ഉറക്കം. ഇതെന്തുവാ ഇത്? വാട്ടർ പ്രൂഫിങ്ങോ ഫോണ്? ഓ, എനിക്ക് വയ്യ. ഐഫോണൊക്കെ ഉള്ള യൂട്യൂബ് വരുമാനം കൊണ്ട് ഐഫോൺ മേടിച്ച വ്യക്തിയാ. എന്നിട്ടാ ഈ പറയുന്നത്. വേണ്ട, കാട്ടിനകത്തിലാണെങ്കിൽ വല വെച്ചിട്ട് വലയ്ക്കകത്തിൽ അനക്കി കയറ്റുന്ന പരിപാടിയാണിത് കേട്ടോ. ഞങ്ങളുടെ പരിപാടി അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ പച്ച വലയുമായിട്ട്, ചുരുക്കില്ലാത്ത വലയുമായിട്ടുള്ള അംഗമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ വലയായിട്ട് ഇതാ പിള്ളേർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മൺസൂൺ വെട്ടിയാർജിയുടെ. അപ്പം ദാ കിടക്കുന്ന മീനാണ് ഞങ്ങളുടെ ലക്ഷ്യം. കണ്ടോ, അതിനെ മൊത്തം കരയിൽ കയറ്റണം. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. പുതിയ തരം പരിപാടികൾ.
ആ വല രണ്ട് സൈഡിലും പിടിച്ചു വെച്ചിട്ട് ഒരാൾ ആ കാട്ടിനകത്ത് കയറിയിട്ട് അനക്കി ഇതിൻ്റെ അകത്തോട്ട് അകത്ത് കയറാ വേണ്ട. ഫെയിലിയറാണ്. വല്ല പുലിയുണ്ടല്ലോ. ആദ്യത്തെ പരിപാടി നമ്മുടെ ഫെയിലായിരുന്നു. ഇത് രണ്ടാമത്തെ പരിപാടി നമ്മൾ നോക്കുകയാണ്. ഇതാ വല കൊണ്ടുവന്ന് പിടിച്ചിടുകയാണ്. എടോ അതാ പിടിയിട്, അത് ഒരു തല താഴെ ഇട്. അതിൽ ഞാൻ പറഞ്ഞേ ഏറ്റാരോനാന്ന്. ഏറ്റാരോന അതല്ല, അതുകൊണ്ട് ആ പോത്തിനകത്ത് ഇരിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഒരാര്. ഇവനോട് ഞാൻ പറഞ്ഞ കുരുങ്ങാൻ അതിന്റെ അകത്തിലുണ്ടാ മീൻ ഒട്ട തപ്പ്. നീ അങ്ങോട്ടിരുന്ന് പിടിച്ചു. ചായം കൊണ്ടുള്ള പരിപാടി നിർത്തിയിട്ട് ഇപ്പൊ തപ്പിപ്പിടുത്തമാണ്. കല്ലിന്റെ ഇടയതെല്ലാം തപ്പിയാണ് പിടിക്കുന്നത്. വല എടുത്ത് കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. വല ഫെയിലിയറാണ്. എന്തുവാണ്, എനിക്ക് ഒരിടം വരെ പോകണം, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാത്ത. അല്ല ഞാൻ ഇപ്പൊ ഇറങ്ങി ഇവിടെ ഇപ്പൊ മൊത്തത്തിന് ഞാൻ പിടിക്കേനെ. നഗരിയിൽ നിന്നും കൂളിയെടുത്ത് നമ്മൾ വള്ളത്തിലേക്ക് ഇടുകയാണ്. കണ്ടാ മഴയും കൂടെ വരുന്നു. ഞാൻ കോട്ടെടുക്കട്ടെ. ആ നല്ല കിടിലം വൈബാണ് കേട്ടോ. അതാ ഇവിടെ നല്ല അടിപൊളി മഴ. ഇത് കണ്ടാ ഓരിച്ചൊരിയുന്ന മഴയത്ത് നമ്മൾ മീനെ പിടിക്കുകയാണ്. ഒരുത്ത വലയെന്നൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് മീനെ. കള്ള 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 ഇവിടെ തപ്പിപ്പിടിക്കുകയാണ്. നമുക്ക് കുറച്ച് മീനെ കിട്ടി. നമ്മളിതുവരെ തപ്പിപ്പിടുത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാക്കിലുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കാണിക്കാം. 2 ചാക്കിൽ കുറച്ച് മീൻ കിടപ്പുണ്ട്. നമ്മുടെ പയ്യൻ അവിടെ കുത്തുവല വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട കുത്തുവല വെച്ച് ആനയ്ക്ക് വലയ്ക്കകത്ത് കയറ്റി തപ്പിപ്പിടിക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. എല്ലാ തരം പരിപാടികളും ഉണ്ട്. ഇപ്പം മീനെല്ലാം രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്. കിഴക്ക് നല്ല മഴയുണ്ട്, വെള്ളമേറ്റമാണ്. വെള്ളം ഏറുമ്പം അപ്പം മീനെല്ലാം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അടിപൊളി കാഴ്ചകളാണ്. എടാ പല രീതിയിൽ പയറ്റിക്കൊണ്ടിരിക്കുക. അതാ കാട്ടിൽ നിന്ന് മീനെല്ലാം അനക്കി ഓടിക്കുകയാണ്. അവിടെ വീശുന്നു. നമ്മളെ പയ്യനാണ് വീശുന്നത്. നമ്മുടെ ഈ ചുരുക്കഴിച്ച വലയം കൊണ്ട് വന്ന് നമുക്ക് പരിപാടിയൊന്നും നടന്നില്ല. നമ്മളെ ഉദ്ദേശിച്ച പോലെ വിജയമായില്ല. ഇതിൽ ഒന്നുമില്ല. ഇവിടെ പലതരം മീൻപിടുത്തം. അതവിടെ കിണർ വലയും കൊണ്ടൊക്കെ വന്ന് ഒരെണ്ണമുണ്ട് കേട്ടോ. ആ കിണർ വലയും കൊണ്ടൊക്കെ വന്ന് ടീംസ് പിടിക്കുന്നു. നമ്മുടെ പയ്യന്മാർ ഇവിടെ തപ്പിപ്പിടുത്തമുണ്ട്. ആരുടെ വങ്കിന്നൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ഇത്രയും മീനെ തപ്പിപ്പിടിച്ചതാണ് ഇവിടെ. ഇത്രയും മീനെ ഏകദേശം ഒരു അരച്ചാക്ക് മീനെ ഞങ്ങളിപ്പം തപ്പിപ്പിടിച്ചതാണ്. വലയിലൊക്കെ ആകെ ഒരു 10-12 എണ്ണത്തെ കിട്ടിയിട്ടുള്ളൂ. നല്ല കാഴ്ചയാണ്. നാട്ടിൻപുറ കാഴ്ചകൾ. മൺസൂൺ ആരംഭിച്ചിരിക്കുന്നു. ചിലക്ക് ഒരു മീനെ പിടിച്ചിവിടെ വെച്ചേക്കാണ്. കുറെ നേരം കൊണ്ട് അവൻ തപ്പു. അതാ ഇങ്ങോട്ട് നോക്കി. വന്നപ്പോൾ ആരും ഇല്ലാതിരുന്ന സ്ഥലമാണ്. ഇപ്പൊ നോക്കി. ഓ നീ ഈ ചത്തതിനാണോടാ നീ കുറെ നേരം കൊണ്ട്. അവനെന്തോടാ മുങ്ങിയേ? ഇവിടെ മുങ്ങിയൊക്കെ എന്തോ പിടിക്കുന്നത്. എടാ ചിന്തു കുറെ നേരം കൊണ്ട് പിടിച്ച മീനാ. അതേട്ടാ ചത്ത മീൻ. ഇതിനെവിടാടാ ജീവൻ? ഇതിന് നീ ജീവനത് കാണിച്ചത്. അതേട്ടാ എവിടെ ഇറങ്ങുന്നത്? ഈ ചത്ത മീനെ കുറെ നേരം കൊണ്ട് പിടിച്ചോണ്ടിരുന്നത്. അടിപൊളി വൈബ്. എല്ലാവരും ആവേശമാണ്. ആവേശം മീൻപിടുത്തമാണ്. കണ്ട ഓ ആ വാശി. എന്തുവാടാ എന്റെ തലയുടെ പുറകെ കൂടെ ഒക്കെ എടുത്തെറിയുന്നുണ്ടോ?
എന്താ തൂളി മഴയോ. നമ്മളിപ്പം അവിടുന്ന് പിടിച്ച മീനാണ്. മീൻ ദാ ഇവിടെ റോഡ് സൈഡിൽ തന്നെ കൊണ്ടുവച്ച് ലൈവായിട്ട് കച്ചവടം നടക്കുകയാണ്. വാള, തൂളി, കരിമീൻ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് പിടിക്കുന്നു. ഇവിടെ റോഡ് സൈഡിൽ ലൈവ് കച്ചവടവും. പരിപാടിയെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. ഇറക്കാൻ വലയും കൊണ്ട് പോകുന്നു. ഞങ്ങൾക്കൊരു 10-15 കിലോ മീനെ കിട്ടിയിട്ടുണ്ട്. വലിയ പാടാണ് ഇതിനെ പിടിക്കാൻ. മീൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിലും ഇതിനെ പിടിക്കാൻ പാടാണ്. ചാക്കം തൂത്തടാ നമ്മളെ മീനൊന്ന് കാണിക്കട്ടെ. വേണ്ട വേണ്ട ഒന്ന് പൊക്കിയേ. പൊക്ക് തൂക്ക്. പൊക്ക്. പൊക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യോ പൊക്കി തോളെ കണ്ട ഇത്രയും മീനുണ്ട്. അപ്പോൾ പരിപാടിയെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി അടുത്ത അംഗം പിന്നീട് നാളെ ഒരു വണ്ടി പോകുന്നു. അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. മഴയും മീൻപിടുത്തവും മീൻ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.